ഒരു 3 വർഷം മുന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ബാങ്കുകാർ കൊണ്ടുപോകാൻ പോകുന്നുണ്ടായി. ആ സമയത്ത് അവന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായി. കുറച്ച്. അത് വീട് എന്തായാലും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിട്ടൊന്നുമല്ല. പക്ഷെ കുറച്ച് സമയം വാങ്ങിക്കാനായിട്ട്. അന്ന് എനിക്ക് രൂപ പോലും അവനിക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയില്ല. അന്നേ വരെ നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ, ഞാൻ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ ലൈഫ് ബിൽഡ് ചെയ്ത ഒരാളായ എനിക്ക് അന്നൊന്നും ഇല്ലാത്തവനായിട്ട് മാറാനായിട്ട് പറ്റി. ഇന്ന് എങ്ങനെ ഞാൻ ആ ഒരു പൊസിഷനിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. പക്ഷെ അത് മനസ്സിലാവാനായിട്ട് നിങ്ങൾക്കൊരു ബാക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞു തരണം. ആ ഒരു ബാക്ക് സ്റ്റോറി എന്നെ പഠിപ്പിച്ചത് ഒരു ബിലീഫാണ്. ആ ഒരു ബിലീഫ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ എന്നുള്ളൊരു സംഭവം ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മോശം മനുഷ്യനാണ് എന്നുള്ളൊരു ബിലീഫാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ I'll give you the backstory, the belief and lessons I learned about money, about being broke. പക്ഷെ ബിഫോർ ദാറ്റ് ജസ്റ്റ് ഒരു ചെറിയ പ്ലഗ്. 88% ഈ ചാനലിലെ വ്യൂവേഴ്സും സബ്സ്ക്രൈബ്ഡ് അല്ല ചാനൽ. സോ ജസ്റ്റ് മേക്ക് ഷുവർ നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് ആണെന്നുള്ളത്. നൗ ഞാൻ വരുന്നതൊരു വെരി ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. എൻ്റെ ഉമ്മ എന്നും പറയായിരുന്നു, മോനെ നമുക്ക് ആവശ്യത്തിനുള്ളത് മതി, ഒരുപാട് പൈസ ആഗ്രഹിക്കേണ്ട, ചിന്തിക്കേണ്ട, അതിന് വേണ്ടി സമയം കളയണ്ട. വാട്ട് ആക്ച്വലി മാറ്റേഴ്സ് ഇസ് നമ്മുടെ റിലേഷൻഷിപ്സ്, നമ്മുടെ ആൾക്കാർ, അതാണ് എല്ലാം. അവരിത് പറയുക മാത്രമല്ല, ദേ വർ ആക്ച്വലി ലിവിങ് ഇറ്റ്. ഓരോ പ്രാവശ്യം അയൽവാസികൾക്കായിക്കോട്ടെ, സുഹൃത്തുക്കൾക്കായിക്കോട്ടെ, ഫാമിലിയിലായിക്കോട്ടെ, ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അവരെന്നും അവിടെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ദ പ്രോബ്ലം വാസ്, ഇവരിതിങ്ങനെ ഓരോ അറ്റവും മുട്ടിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത് ഞാൻ എന്നും കാണുമായിരുന്നു. സോ അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എന്നല്ല, എപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ട് അവരെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. സോ ഞാൻ എന്നും എൻ്റെ വീട്ടിൽ ശ്വസിക്കുന്ന എൻ്റെ ഒരു എയർ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ദാറ്റ് ഈസ് മണി ഈസ് നോട്ട് ദ പോയിന്റ്, പീപ്പിൾ ആർ. ഞാനിത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ഇങ്ങനെ അബ്സോർബ് ചെയ്യാണ്. ആൻഡ് ടു ഏതൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് വലുതായ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ ഈ പോക്കറ്റ് മണിയുടെ ആശയങ്ങളൊക്കെ വരുമല്ലോ. ഈ പോക്കറ്റ് മണി എന്ന് പറയുന്നൊരു സംഭവം ചോദിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓരോ പ്രാവശ്യവും പോക്കറ്റ് മണി ചോദിക്കാൻ വേണ്ടി ചിന്തിക്കുന്ന സമയത്തും ഐ വുഡ് തിങ്ക് ഓഫ് എന്തൊക്കെ സാക്രിഫൈസസ് അവർ വരുത്തണം, അല്ലെങ്കിൽ അവർ വരുത്തും, എന്തൊക്കെ അവർ കുറക്കണം, എന്തൊക്കെ അവർ കൂട്ടണം, എന്തൊക്കെ കാര്യങ്ങൾ സമൂഹം അവരിത് ഈ ഒരു പോക്കറ്റ് മണി അയച്ചു തരേണ്ടിയിട്ടായിട്ട് അവർ ഫിഗർ ഔട്ട് ചെയ്യണം എന്നൊക്കെയുള്ളൊരു സംഭവം. ആൻഡ് ഓരോ പ്രാവശ്യവും ഞാൻ ഈ സംഭവം ചിന്തിക്കുന്ന സമയത്തും നെഞ്ഞിൽ ഭയങ്കരമായിട്ടുള്ളൊരു പിടുത്തം എനിക്കത് ഇന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാറേ ഇല്ല. അൺടിൽ ആൻഡ് അൺലെസ് വേറൊരു വഴിയില്ല എന്നുണ്ടെങ്കിൽ. 11ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ട്യൂഷൻസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പേഴ്സണൽ ട്രെയിനിങ്ങും മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. മാത്രമല്ല, ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഞാൻ ഓരോ പരിപാടികളിങ്ങനെ ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം കോമൺ ആയിട്ടുള്ള ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിപാടികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സംഹൗ എനിക്ക് എൻ്റെ ചിലവിനുള്ളത് ഞാനായിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവത്തിലായിട്ടാണ്. കാരണം എന്താ, എനിക്ക് എൻ്റെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. എനിക്കത് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് ഓൾ ദാറ്റ് വെൽ ഐ യൂസ് ടു തിങ്ക് ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു മകനായിട്ട് മാറുകയാണ്, ഞാൻ നല്ലൊരു മകനാണ്, സണ്ണാണ് എന്നുള്ളൊരു സാധനം. അറ്റ് ദ സെയിം ടൈം ഞാൻ റിയലൈസ് ചെയ്ത് പോയൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ചുറ്റും ഒരു കേജ്, ഒരു കൂട് ബിൽഡ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു ബിലീഫിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ബിലീഫ്സ് നമ്മുടെ ചൈൽഡ്ഹുഡിൽ മാത്രമല്ല നമുക്കിതുണ്ടാവുക, ഇത് നമ്മുടെ അഡൾട്ട്ഹുഡിലേക്ക് നമ്മളിത് ഫോളോ ചെയ്യും. സോ വലുതായിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ ചെയ്യുന്ന സമയത്തും, ഞാൻ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഐ യൂസ് ടു തിങ്ക് പൈസ എന്നുള്ളൊരു സംഭവം, സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരാളെ ഒരു സാധനം ചാർജ് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരാളുടെ അടുത്ത് പൈസയെക്കുറിച്ച് സംസാരിക്കുക ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു.
ഓരോ പ്രാവശ്യം പൈസ എന്നുള്ളൊരു സംഭവം വരുന്ന സമയത്ത് ഐ യൂസ് ടു തിങ്ക് അയ്യോ ഡോണ്ട് ബി ഗ്രീഡി, അത്യാഗ്രഹി ആവരുത്, ആവശ്യമുള്ളത് മാത്രം മതി, റൈറ്റ്? ഇറ്റ് ഈസ് റിയലി നോട്ട് അബൌട്ട് മണി, എവറിത്തിങ് ഈസ് അബൌട്ട് പീപ്പിൾ ആൻഡ് റിലേഷൻഷിപ്സ്. ഞാൻ എന്നും ചിന്തിക്കുമായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും ബിൽഡ് ചെയ്യുന്ന ഓരോ സാധനത്തിനെ കുറിച്ചും ഈ പൈസ എന്ന് പറയുന്ന സംഭവം, ഗ്രീഡ് എന്ന് പറഞ്ഞ സംഭവത്തെ മാറ്റി വെച്ചിട്ടായിട്ട് ഐ സ്റ്റേഡ് സ്മോൾ. ആൻഡ് ഞാൻ ആ ഒരു സംഭവത്തെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു പേര് ഐ വാസ് ബീങ് ഹംബിൾ എന്നുള്ളൊരു സാധനത്തുമ്പില. ആൻഡ് ദിസ് ഇസ് ദി ആക്ച്വൽ പാർട്ട് ഐ വോണ്ട് എവറിബഡി ടു ലിസൺ, ഐ വോണ്ട് എവറിബഡി ടു ഹിയർ. The more I stopped thinking about money, the more I limited myself. The more I limited, it started affecting everything else. ഞാൻ എത്രത്തോളം പൈസ എന്നുള്ളൊരു സംഭവത്തെ അവോയ്ഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു, അത്രത്തോളം ഞാൻ എൻ്റെ ലൈഫിൽ പൈസ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ റിഫ്ലക്ഷനായിട്ട് റിയലായിട്ട് ഞാൻ കാണാനായിട്ട് തുടങ്ങുകയാണ്. വർക്കിൽ, റിലേഷൻഷിപ്സിൽ, കമ്പനീസിൽ, കരിയറിൽ, എല്ലായിടത്തും. I thought staying small made me a good person, but in fact it actually made the opposite. And അത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എത്തേണ്ടി വന്നു. കമ്മിങ് ടു ദാറ്റ് ഫ്രണ്ട്, ദാറ്റ് ഹൗസ്, അവനിങ്ങനെ ഇരുന്നിട്ട് ഓരോരുത്തരെയും വിളിക്കുന്നതും പൈസ ഒപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആൻഡ് അവന് വേണ്ടിയിട്ടുണ്ടായിരുന്നത് കുറേ ഫണ്ടൊന്നല്ല, ചെറിയ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരുന്നു അവന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ആ ഒരു പോയിന്റിൽ ഞാൻ അവിടെ ഇങ്ങനെ നിന്നിട്ടിങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഞാനിങ്ങനെ ഇട്ട് ചിന്തിക്കുകയാണ്, ഞാൻ ബാക്ക്വേർഡ് കണക്ട് ചെയ്യണം. ആൻഡ് അന്ന് ആ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ എൻ്റെ യങ് സെൽഫിന് മനസ്സിലാക്കാതെ പോയൊരു സാധനം ഞാൻ മനസ്സിലാക്കണം. ആൻഡ് ദാറ്റ് ഈസ്, നമുക്ക് ആവശ്യത്തിനുള്ളത് പോരാ, നമുക്ക് ആവശ്യത്തിൽ അധികമുള്ളത് നമുക്ക് വേണം എന്നുള്ളൊരു വാസ്തവം ഞാൻ മനസ്സിലാക്കുകയാണ്. അത് നമുക്ക് കുറേ വീടുകൾ വാങ്ങിക്കാനോ, കുറേ കാറുകൾ വാങ്ങിക്കാനോ, വാച്ച് വാങ്ങിക്കാനോ, സ്പ്ലേജ് ചെയ്യാനൊന്നുമല്ല. നമുക്ക് ആവശ്യമുള്ളതും നമുക്കുള്ള ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റണം, നമുക്ക് ഇതൊക്കെ വേണം. പക്ഷെ ബിയോണ്ട് ദാറ്റ്, നമ്മളൊരാളെടുത്ത് എടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ, വിളിക്കണേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ മീൻ ചെയ്യുന്ന സംഭവം ലിറ്ററലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവുകയാണ്. ദാറ്റ് ഈസ് ബീയിങ് ദെയർ ഫോർ സംവൺ ആസ് എ ലക്ഷറി എന്നുള്ളൊരു തിരിച്ചറിവ് ഞാൻ അവിടെ ഉണ്ടാക്കുകയാണ്. അന്ന് ഞാൻ ഫീൽ ചെയ്ത കുറേ ഫീലിങ്സ് ഇന്നും എൻ്റെ നെർവസിൽ ഇങ്ങനെ കാണുന്നുണ്ട്. മാത്രമല്ല, ദാറ്റ് വൺ റിയലൈസേഷൻ ചേഞ്ച്ഡ് എവറിത്തിങ് ഇൻ മൈ ലൈഫ്. ആൻഡ് റൈറ്റ് നൗ ഇറ്റ്സ് എ പോയിന്റ് വേർ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ എൻ്റെ ഉമ്മ തെറ്റായിരുന്നു എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് ഞാൻ എത്തുകയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് പറയാൻ പറ്റില്ല, ബിക്കോസ് മുപ്പര് തെറ്റായിരുന്നില്ല. ഇൻഫാക്ട് ഷി വാസ് 100% റൈറ്റ്. ഷി വാസ് 100% റൈറ്റ് ദാറ്റ് ഫാമിലി, റിലേഷൻഷിപ്സ്, പീപ്പിൾ മാറ്റർ മോർ ദാൻ മണി. ഷി വാസ് 100% റൈറ്റ്. ബീയിങ് ദെയർ ഫോർ പീപ്പിൾ ഇസ് എ ഹോൾ പോയിന്റ്. അല്ലാതെ നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? നമുക്കൊരാവശ്യം വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഇല്ല, ഫാമിലിക്ക് ഉണ്ടാകാൻ പറ്റുന്നില്ല, ദർ ഇസ് നോ പോയിന്റ് അറ്റ് ഓൾ. ആ വാല്യൂ വാസ് നെവർ ദ മിസ്റ്റേക്ക്. ബട്ട് അന്ന് എനിക്ക് കാണാതെ പോയൊരു സാധനം ഇസ് ദിസ്. എൻ്റെ പേരൻസ് ആ വാല്യൂ ലിവ് ചെയ്തത് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയത് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഓരോ അറ്റവും കൂട്ടിമുട്ടിക്കാൻ ട്രൈ ചെയ്തിട്ടാണ്. ഓരോ പ്രാവശ്യവും ദേ ആർ സ്ട്രെച്ചിങ് ദെംസെൽവ്സ് തിൻ എ ലോട്ട്, എവറി ഡേ, എവറി മന്ത്, എവറി ഇയർ. പക്ഷേ ആ ഒരു ബിലീഫ്, അതായത് ആവശ്യത്തിന് പോരാ, ആവശ്യത്തിന് കുറച്ചധികം ഉണ്ടെങ്കിൽ നമുക്കിത് ബെറ്ററായിട്ട് ചെയ്യാം എന്നുള്ളൊരു ബിലീഫ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറേ കൂടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. മാത്രമല്ല, ബിയോണ്ട് ഓൾ ഓഫ് ദാറ്റ് അവർ സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ സമാധാനത്തോട് കൂടിയിട്ട്, കുറച്ചും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട്, സ്ട്രഗിൾ ചെയ്യാതെ ഫ്രീ ആയിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുമായിരുന്നു. ആൻഡ് ദാറ്റ് സ്മോൾനെസ് വാസ് ദ ഇഷ്യൂ. ആ വാല്യൂ ആയിരുന്നില്ല. ഇൻഫാക്ട് മണി എന്ന് പറയുന്നൊരു സാധനം എൻ്റെ ഉമ്മ പഠിപ്പിച്ച ആ ഒരു സാധനത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നില്ല. പക്ഷെ മണി വാസ് ആക്ച്വലി ദ തിങ് ദാറ്റ് മെയ്ഡ് ഇറ്റ് പോസിബിൾ. ദാറ്റ് വാസ് കംപ്ലീറ്റിംഗ് ഇറ്റ്. സോ ഞാൻ അന്ന് മനസ്സിലാക്കി,
നമ്മൾ ബ്രോക്കായിട്ട് അല്ലെങ്കിൽ ചെറുതായി നിന്നിട്ടല്ല നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഐ ബി ദെയർ എന്നുള്ള സാധനം ഓണർ ചെയ്യുക. ഇൻഫാക്ട് നേരെ മറിച്ച് നമ്മൾ ആവശ്യത്തിനധികം ഉണ്ടാക്കി ഒരു പോയിന്റ് എത്തി, അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിനധികം ഉള്ള സമയത്ത് തടി കൊണ്ടും സമയം കൊണ്ടും പൈസ കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് സ്ട്രഗിൾ ചെയ്ത ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ ഉണ്ടാകാൻ പറ്റുന്ന സമയത്താണ് ആക്ച്വലി ആ ഒരു പോയിന്റ് നമ്മൾ ഓണർ ചെയ്യുന്നുള്ള തിരിച്ചറിയിക്ക് അവിടെ ഉണ്ടാവുകയാണ്. സ്റ്റേയിങ് സ്മോൾ വാസ് നെവർ അബൌട്ട് ഹ്യൂമിലിറ്റി. സ്റ്റേയിങ് സ്മോൾ is actually sometimes your quieter way of letting people down. നമ്മൾ ചെറുതായി നിന്നിട്ട് ഞാൻ കുറച്ച് ഹമ്പിൾ ആവുകയാണ്, ഞാൻ ഗ്രീഡ് ഇല്ലാതായിരിക്കാമെന്ന് ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ടായിട്ട് ആക്ച്വലി നമ്മൾ പോലും അറിയാതെ നമ്മൾ പല ആൾക്കാരും നമ്മൾ ലെറ്റ് ഡൗൺ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള പല ആൾക്കാരെയും നമ്മൾ ലെറ്റ് ഡൗൺ ചെയ്യുക. സോ ഈ ഒരു ഹമ്പിൾനെസ് എല്ലാം നമുക്ക് വേണ്ട ഒരാൾ എന്തെങ്കിലുമൊക്കെ നമ്മളടുത്തൊരു സാധനം ചോദിക്കുന്ന സമയത്താണ്, അന്നാണ് ആ ഹമ്പിൾനെസ്സിൻ്റെ ആക്ച്വൽ കോസ്റ്റ് നമ്മൾ അറിയാം. സോ വൺസ് ഞാനൊരു തിരിച്ചറിവെത്തതോട് കൂടിയിട്ടിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആൻഡ് ആ മാറ്റങ്ങൾ കാരണം ഒരുപാട് റിപ്പിൾ എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഐ അണ്ടർസ്റ്റാൻഡ്, ഐ ലേൺഡ് 3 things അബൌട്ട് മണി. ഒന്ന്, വൺസ് ഐ റിയലൈസ്ഡ്, ആ തിരിച്ചറിവ് വന്നതോട് കൂടിയിട്ടായിട്ട് ഞാൻ പൈസ എന്നുള്ളൊരു സാധനത്തിനെ വേറെ തന്നെയായിട്ട് കാണാനായിട്ട് തുടങ്ങി. പൈസ 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 എന്നുള്ള അപ്പുറത്തോട്ടായിട്ട് ആ പൈസ എന്ത് ചെയ്യും എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് തിങ് ഐ റിയലൈസ്ഡ് വാസ് മണി ബൈസ് യു ടൈം. ആൻഡ് ഈ ടൈം എന്ന് പറയുന്ന ഒരൊറ്റ സാധനം മാത്രമാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം. ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് റിസോഴ്സ്. ഈ ടൈം നമ്മൾ പൈസ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ടൈം ഉണ്ടാകുകയും ഈ ടൈം കാരണം നമുക്ക് കൂടുതൽ കാര്യം ബിൽഡ് ചെയ്യാനും നമ്മുടെ ഫാമിലിയോടൊപ്പം ഉണ്ടാവാനും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് നമുക്ക് കാണുന്നുണ്ട്. അതായത് ഓരോ മണിക്കൂറും നമ്മൾ സർവൈവലിന് സ്പെൻഡ് ചെയ്യുന്ന അപ്പുറത്തോട്ട് മാറിയിട്ടായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരോട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പൈസ നമുക്ക് സമയം വാങ്ങിച്ചു തരാനായിട്ട് തുടങ്ങും. 2, മണി ഗീവ്സ് യു ആക്സസ്. അതായത് നമുക്ക് പൈസ ഇല്ലാത്ത സമയത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഓരോ ഡോർസും പൈസ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് പലതും ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത റൂംസ്, എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർ, ടു ബി വെരി ഓണസ്റ്റ് ഇറ്റ് ഇസ് അൺഫെയർ, പക്ഷേ ദാറ്റ് ഇസ് ട്രൂ ആൻഡ് ദാറ്റ് ഇസ് ലൈഫ്. തേർഡ് ഇസ്, ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവം പൈസ കാരണം വരുന്നുള്ളത് എനിക്ക് മനസ്സിലായി. ദാറ്റ് ഇസ് കോൺഫിഡൻസ്. അറോഗൻസ് അല്ല, കോൺഫിഡൻസ്. ഫ്ലെക്സിങ് അല്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ സംഭവമല്ല. പക്ഷേ ഉദാഹരണത്തിന് ഒരുപാട് പൈസ വേണമെന്നുള്ള സംഭവമല്ല പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലൊരു ലെറ്റ്സ് ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിനെയും കൂട്ടിയിട്ട് ലെറ്റ്സ് ഒരിടത്ത് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു 5000 രൂപ ഉണ്ട്, ഫാമിലി ഫുഡ് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു കോൺഫിഡൻസ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരു സാധനം അവർ വാങ്ങിച്ചോട്ടെ എന്നുള്ള സാധനം ചിന്തിക്കുന്നിടത്തുള്ള ഒരു കോൺഫിഡൻസ്, ദാറ്റ് കോൺഫിഡൻസ് പൈസ കാരണം വരുന്നുള്ള സാധനം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ്. സോ മണി എന്ന് പറയുന്ന ഒരു സാധനം, ഇറ്റ് സ്റ്റോപ്സ് യുവർ ലൈഫ് ഫ്രം കൊളാപ്സിങ് ബിക്കോസ് ഓഫ് വൺ സ്മോൾ ഇൻസിഡൻറ്റ്. ഒരു എമർജൻസി വന്നാൽ തീരുന്നിടത്തല്ല നിങ്ങളുടെ ലൈഫ് എന്നുള്ളിടത്ത് കൊണ്ടുവരുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, അത് ഇറ്റ് ഇസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. ദാറ്റ്സ് ഇറ്റ്. അതിനാണ് പൈസ വേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മണി ഈസ് ഫോർ, റൈറ്റ്? ഒരു പോയിന്റിന് ശേഷം പൈസ ബിക്കംസ് മീനിങ്ലെസ് എന്ന് പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ടില്ല. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ യു നീഡ് മണി ബിക്കോസ് ഇറ്റ് ഗിവ്സ് യു ഓൾ ഓഫ് ദിസ്, റൈറ്റ്? സോ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, if you think, if a part of you wants more money, more access, more time, more for family, more for yourself, പക്ഷെ അതേ സെയിം ടൈം നിങ്ങൾ വേറൊരു ഭാഗമുണ്ട്, ഇറ്റ് ഫീൽസ് നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ്, അത്യാഗ്രഹമാണെന്നൊക്കെ. ഐ വോണ്ട് യു ടു ലിസൺ ടു ദിസ്. ഐ വിഷ് someone told this exact same thing maybe 10-15 years ago. That is, wanting money doesn't make you greedy. നിങ്ങൾ ഒരിക്കലും ഒരു അത്യാഗ്രഹമാക്കിയിട്ട് മാറ്റുന്നില്ല. It does not make you cold. It does not make you a stranger. It does not make you a bad human being. In fact, നിങ്ങൾക്ക് ആവശ്യത്തിലധികം, അത്യാവശ്യത്തിലധികം കോടാനുകോടി രൂപ വേണമെന്നുള്ളത് ആഗ്രഹിക്കുകയും ചെയ്യാം. At the same time, you can be a good son. You can be a good human being. You can be a good brother. You can be a good friend.
അത് പൈസ എന്നുള്ളൊരു സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നില്ല. ദാറ്റ് ഈസ് യുവർ ക്യാരക്ടർ. നമ്മൾ അതാണ് ബിൽഡ് ചെയ്യുന്നത്. സോ യു ക്യാൻ ബി ദിസ് ആൻഡ് യു ക്യാൻ ബി ദാറ്റ്. നിങ്ങൾക്ക് രണ്ടും ആവാം, രണ്ടും ആവണം. ദാറ്റ് ഈസ് എ റിക്വസ്റ്റ് ടു മീ. ഇഫ് സമ്മൺ ടോൾഡ് ദാറ്റ് ടു മീ 15 years ബാക്ക്, ഐ വുഡ് ഹാവ്, എൻ്റെ പൈസ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എൻറ്റയർലി ഡിഫറെൻ്റ് ആവുമായിരുന്നു. The version of you that wants more isn't bad. That is a right version. That version is telling you something that you can't understand right now. So, if you ever felt guilty, കുറച്ച് പൈസ വേണമെന്നുള്ളതിന് ഗിൽറ്റി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, this channel is for you, and I am telling you it is not something to be guilty of. നിങ്ങൾ അതിനു വേണ്ടി അപ്പോളജൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബാഡായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. യു തിങ്കിങ് റൈറ്റ്, ഡു ഇറ്റ് റൈറ്റ്, അറ്റ് ദ സെയിം ടൈം മേക്ക് ഷുവർ നിങ്ങളുടെ ക്യാരക്ടർ വിടുന്നില്ല എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. I'll see you in the next one. But before, make sure you're sitting and thinking about your situation and what you could do. Take care.